അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാ സങ്കടവും പറയുന്ന ഒരു ഏരിയയാണ് അഷ്റഖ് എന്ന ഖസീദ. അതിൽ കുറേ സങ്കടം പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട്. ആ സങ്കടങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ എനിക്ക് ടൈമില്ല. ചൊല്ലുമ്പോൾ ഓരോന്നിൻ്റെയും കൂടെ നമ്മുടെ മനസ്സിലെ വേവലാതികളും ദുഃഖങ്ങളും ഓരോന്നോരായി കൊണ്ടുവരെ. യാ നബി സലാം. പടച്ചോനെ, പകർസാൻ്റെ വാളിൽ മുത്തുനബിയെ തങ്ങൾ പലതും ചെയ്തത് കേൾക്കുന്നു. ഞാൻ കടക്കാരനാണ്, പരിഹാരം വേണം. എനിക്ക് തഖ്വയില്ല, തഖ്വ തരണം. എനിക്ക് സ്വലാഹില്ല, സ്വലാഹ് തരണം. ഈമാൻ പൂർത്തിയാക്കി തരണം തുടങ്ങിയ വേവലാദികൾ കൈ കാണിച്ച് നബിയോട് പറ. ഒരു തെറ്റുമില്ല. മുത്തുനബിയിലേക്ക് കൈ കാണിക്കുന്നത് ഹറാമാണെന്നോ കറാത്താണെന്നോ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. അതൊക്കെ ആരോ പടച്ചുണ്ടാക്കിയതാണ്. ഇല്ല, പറഞ്ഞിട്ടില്ല. നബി തങ്ങളോട് ഏത് സങ്കടവും പറയാം, കൈ കാണിക്കാം, ദുഃഖങ്ങൾ പറയാം, ഏതും ഉച്ചത്തിൽ പറയാം, മെല്ലെ പറയാം. മുത്തുനബിൻ്റെ ഖബർ ഷരീഫിൻ്റെ അടുത്താവുമ്പോൾ ഉറക്കെ പറയരുത്, കരുതി കൂട്ടി ഉറക്കെ ആക്കരുത് മാത്രം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ സങ്കടപ്പെട്ട് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. ഞാൻ അവിടുന്ന് സങ്കടപ്പെട്ട് പറയാം, ഒച്ചത്തിൽ അവിടെ പറയരുത്. അത് മറ്റൊരു കൽപ്പനയാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് സങ്കടങ്ങൾ പറയാം. അബ്ദുക്കൽ മിസ്കീൻ, നബിയെ അവിടുത്തെ പാവപ്പെട്ട അടിമ, ഇർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ, അവിടുത്തെ വലിയ ധർമ്മം പ്രതീക്ഷിച്ചിതാ നിൽക്കുന്നു നബിയെ. എന്നെ രക്ഷിക്കണം നബിയെ, എനിക്ക് കൈ തരണം നബിയെ. നിൽക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് പകരം മുഹമ്മദ് ഹാസനി അനങ്ങിയ സ്വപ്നം കണ്ടിരുന്ന സ്വപ്നജീവിയായി നടന്നിരുന്നു. ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് മൂപ്പർക്ക്. അറിഞ്ഞില്ല നിങ്ങൾ? കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മേലത്തെ കൊല്ലത്തെ ഒരു അവാർഡ് കിട്ടിയിരുന്നത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതായത് മാലിക് മുലഫറിൻ്റെ പേരിലുള്ള വലിയൊരു അവാർഡ് മൂപ്പരിക്കാണ്. മാദിഹുർ റസൂൽ എന്നോ എന്തോ ഒരു സ്ഥാനപ്പേരൊക്കെ ഇട്ടിട്ടാണ് ഖുറാഫി മൂല്യന്മാർ ഇയാളെ കൊണ്ടുനടക്കുന്നത്. ഇപ്പോൾ സംഘടനയിൽ നിന്നൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടുകൊണ്ടു. കാരണം ഒരു സരപരിസവും ഇല്ലാത്ത നുണപറച്ചിലോട് നുണപറച്ചിൽ, കള്ളക്കറാമത്തോട് കള്ളക്കറാമത്ത്. അതോ എങ്ങനത്തെ കള്ളക്കറാമത്ത്? റസൂലുള്ള കാന്തപുരം റസൂലുള്ള, തൊട്ട് കളിക്കുക, ഓടിക്കളിക്കുക, മണ്ടിക്കളിക്കുക, കെട്ടിപ്പിടിക്കുക, വാരിപ്പൊടുക, അതൊക്കെ തന്നെയായിരുന്നു ഇയാളുടെ സ്ഥിരം പരിപാടികൾ. നിവൃത്തിയില്ലാണ്ടായപ്പോൾ AP-കാർ പറഞ്ഞു, ഇനി അയാളെ അടക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഷിയാക്കളെക്കാട്ടിലും പേച്ചോലാണെന്നുള്ള. ഷിയാക്കളെക്കാട്ടിലും പേച്ചോലാണ്. അപ്പോൾ ഏറ്റൊരു കാര്യം, ഷിയാക്കളുടെ ക്വാളിറ്റി ഒന്നും ഇവർക്കില്ല. ഷിയാക്കൾ ക്വാളിറ്റി ഉള്ളത് എന്നല്ല പറഞ്ഞത്, അത്ര പോലും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞത് എന്താണ് പ്രിയമുള്ളവരെ? നമ്മൾ കഥ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അള്ളാൻ്റെ റസൂലിനോട് എന്തും ചോദിക്കുക, കൈ ഉയർത്തി തേടാം. അപ്പം പിന്നെ എന്തിനാണ് ചെങ്ങായി അള്ളാഹ് ആ തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് കിടക്കണം? നിങ്ങളെടുത്ത് ഞാൻ പലവട്ടം പറയുന്നുണ്ട്, ആ തലയിൽ കെട്ട് അയച്ചിട്ട് തൊള്ളി തിരിയിട്ട് മുണ്ടാണ്ടിരിക്കുന്നത്. എന്താണ് മൊയ്ലിയാക്കന്മാരെ നിങ്ങൾക്ക്? എന്നാണ് ഇനി അന്തം വരിക? ആളുകൾ, ചെറിയ കുട്ടികൾ, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ പോലും നിങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയില്ലേ? ഇല്ലേ? ഏത് മദ്രസ പുസ്തകത്തിലാണ് നിങ്ങൾ ഈ കാര്യം പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ആളുകൾക്ക് ഇങ്ങനെ അത് വാതോരാതെ പാട്ടുപാടിയും കൊടുക്കണല്ലോ. ഇനി നൗഷാദ് ഹസൻ ഇതിൻ്റെ ബാക്കി പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞു വന്നത്, നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് SKSSF എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായി കൊണ്ടുള്ള ഒരു തസ്കിയ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവരുടെ ഒരു ചാനലിൽ ഒരു മൊയ്ലിയാർ ഇരുന്നിട്ട് ഇർത്തക്കബ്ത്ത് ഇങ്ങനെ പാടിയിട്ട് ഇങ്ങനെ അർത്ഥം വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് വഹാബികള്, മൗദൂദികള്, അതുപോലെ തന്നെ മുജാഹിദീങ്ങള് ഓലൊക്കെ കുറ്റം പറയാണ്. നമ്മൾ അള്ളാന്റെ റസൂലിനോട് പാപമോചനം തേടുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്ന് പറയാണ്. എവിടെ ഇതിൽ ഇസ്തിഗ്ഫാർ ചെയ്യണത്? അതിൽ പറയണത് എന്താണ്? അതിൽ സങ്കടം ബോധിപ്പിക്കുകയാണ്. അത് ഇസ്തിഗ്ഫാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഓർമ്മയില്ലെങ്കിൽ ചാനലിലുണ്ട്, കാണാം. ആ വീഡിയോയുടെ ഭാഗമായിട്ട് തന്നെ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ മൊയ്ലിയാരൊക്കെ ഒന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുക. ഇവിടെ ഇസ്തിഗ്ഫാർ മാത്രമാണ് ചെങ്ങായിമാരെ. ഹിദായത്ത് ചോദിക്കണില്ലേ? സലാഹ് ചോദിക്കണില്ലേ? അള്ളാഹിനോട് എന്തൊക്കെ ചോദിക്കണം അതൊക്കെ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിക്കണില്ലേ? അപ്പം എന്താണ് അള്ളാഹു, എന്താണ് അള്ളാഹിൻ്റെ പ്രവാചകൻ എന്നറിയാത്ത മൊയന്ത് മൂലിയാക്കന്മാരല്ലേ ഇവര് അല്ലേ? ഇനി കൂടുതൽ പറയുന്നില്ല, കുറച്ച് ചിലപ്പോൾ നൗഷാദ് ഹസനിക്ക് നമ്മൾ ബാക്കി വെക്കേണ്ടി വരും. നൗഷാദ് ഹസൻ എന്താ പറഞ്ഞു നോക്കാം. ഇനി അശ്റഖ ബൈത്തിലേക്കാണ് ചെന്നാലോ, അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീർ فيك قد أحسنت ظني يا بشير يا نذير. ഹബീബായ തങ്ങളെ, അങ്ങയുടെ സാധുവായ അടിമ ആഗ്രഹിക്കുന്നു അങ്ങയുടെ എല്ലാ ഔദാര്യങ്ങളും. ഞങ്ങൾ അങ്ങയിലാണ് പ്രതീക്ഷ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ അങ്ങയെക്കുറിച്ച് വിചാരിക്കുന്നത് അങ്ങേക്ക് അല്ലാഹു സർവ്വ കൈകാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എല്ലാ അധികാരങ്ങളും അല്ലാഹു തന്നിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട്
വാജിർനി യാ മുജീറു മിനസ്സഈരി യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി. ഇപ്പൊ അശറക്ക് നിർത്തിയേക്കേണ്ടി വരും. നിർത്തി വെക്കേണ്ടി വരില്ല എന്നുള്ള നമുക്ക് കുറച്ച് രണ്ട് കാര്യം പറയണ്ടേ. അപ്പം എൻ്റെ നൗഷാദേ, പകരെ, പൊട്ടന്മാരേ, നിങ്ങളെ മറ്റാൾ വിളിക്കണ ആ കാര്യം തന്നെയാണ് വിളിക്കേണ്ടത്. പൊട്ടന്മാരേ, ഇവിടെ ഇസ്തിഗാസിയും ഇസ്തിഗ്ഫാറും ഒക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നല്ലേ ഇപ്പോൾ ഈ പറയണത്. അപ്പം എൻ്റെ അബ്ദുൽ ഗഫൂറും അൻവരിയെ, നിങ്ങൾ പൊട്ടച്ചിറ അൻവരിയയിൽ നിന്നാണല്ലോ അൻവരി ബിരുദം എടുത്തിട്ടുള്ളത്. എങ്ങനെ നിങ്ങൾക്ക് ഇത് കിട്ടിയത്? ഈ പിഴച്ച വാദം പറഞ്ഞുകൊണ്ടാണോ? SKSF നിങ്ങൾ ഈ ആളുകളെ പറ്റിച്ചിരുന്നത് ഇതാ. നിങ്ങൾ ഇവരെ ഒന്ന് കൊണ്ടേ തിരുത്തിക്കാൻ ആദ്യം അല്ലേ? നിങ്ങൾ പറയണത് ഞങ്ങൾ സങ്കടം ബോധിപ്പിക്കുകയാണ്, അത് ഇസ്തിഗാസയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ടല്ലോ. നിങ്ങൾ മൊത്തത്തിൽ പയച്ചോലാണ്, മൊത്തം പയച്ച് ഉള്ള വിശ്വാസം കംപ്ലീറ്റ് കളഞ്ഞു കുളിച്ചോലാണ്. ഇതിൽ കുറച്ചും കൂടി അയാൾ പറയുന്നുണ്ട്. ഇവൻ പറയണത് എന്താണെന്നറിയോ? ഇയാൾ പറഞ്ഞതേ പേച്ചത്, പകരം പറഞ്ഞതേ പേച്ചത് എന്ന് പറഞ്ഞാൽ പെരുമ്പേവാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കാട്ടിലും വലിയ പേച്ച കാര്യമാണ് ഇപ്പം പറയണത്. ആ പറഞ്ഞതല്ല, അതിൻ്റെ അപ്പുറം പറയണമെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടോ നിങ്ങൾ മങ്കൂസ് മൗലിദ് നിർത്തേണ്ടി വരും, കുത്തുബിയ്യത്ത് നിർത്തേണ്ടി വരും, റിഫായി മാല നിർത്തേണ്ടി വരും, മുഹിയദ്ദീൻ മാല നിർത്തേണ്ടി വരും. കാരണം പറയല്ലേ ഫാ പറയുന്നതിന് മുമ്പേ പറയട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർത്തേണ്ടിയിരുന്നല്ല, നിർത്തണം, നിർബന്ധമാണ്. അതെല്ലാം ഹറാമാണ്. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും ബിദ്അത്ത് ചെയ്യുവാനും ശിർക്ക് ചെയ്യുവാനും ഈ ആളുകളെ പ്രേരിപ്പിക്കുന്ന പിഴച്ച ബുക്കുകളല്ലേ. ആ പിഴച്ച ബുക്കുകളൊക്കെ എടുത്ത് കീറിക്കളയേണ്ടി വരും, കത്തിച്ച് കളയേണ്ടി വരും. അതിലൊന്നും സംശയമില്ല. ഇജ്ജ് പറ. ഞങ്ങളെ സഹായിക്കണേ, നേരിട്ട് നിമിത്തൊന്നോടല്ല. നിമിത്തൊന്നുമില്ല, നേരിട്ട് ഇങ്ങനെ വന്നിട്ട് റസൂലില്ലേ, വഫാത്തായി പോയ റസൂലില്ലേ, ഇങ്ങനെ സഹായിക്കുക. എന്താ അവൻ്റെ ആവശ്യം? ഓനിക്ക് കുട്ടിയില്ല, അല്ലെങ്കിൽ ഓനിക്ക് വിസറ്റ് ഇല്ല, അല്ലെങ്കിലോ ഓൻ്റെ പെണ്ണുങ്ങൾക്ക് പേരെടുത്തിക്കുകയാണ്, സിസേറിയൻ ഇല്ലാണ്ടാക്കണം ഇത്, അല്ലെങ്കിലോ വേറെന്തെങ്കിലും രോഗത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ. ഈ പിഴച്ച വിഭാഗക്കാർക്ക് അള്ളാഹുൽ വിശ്വാസമല്ലല്ലോ, അള്ളാഹിനോട് ചോദിക്കണില്ലല്ലോ. അള്ളാഹ് നടത്തി കൊടുക്കുന്ന പോലെ ഇവർക്ക് നടത്തി കൊടുക്കാനല്ലേ ഇപ്പോൾ റസൂൽ അവിടെ മരിച്ചു പോയിട്ട് അവിടെ കബറിൻ്റെ ഉള്ളിൽ പോയി കിടക്കുന്നത്. എന്തിനാ ചെങ്ങായിമാരെ നിങ്ങളെ കാര്യം പറയണത്? ഇത് പറയണ്ടെന്ന് പറഞ്ഞിടത്തോളം നിങ്ങളിത് പറയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളതാണ്. എത്ര പറഞ്ഞാലും മറ്റോള് പെണ്ണെ പെറൂ എന്ന് പറഞ്ഞ മാതിരി അല്ലേ. ഇനിയിപ്പോൾ പെണ്ണ് പറ്റാലും ആണ് പറ്റാലും നമുക്ക് വിഷയമല്ല, പറഞ്ഞപ്പോൾ പറഞ്ഞുള്ളൂട്ടില്ലേ. അപ്പോൾ അതാണ് ഈ ചെങ്ങായിമാരുടെയൊക്കെ അവസ്ഥ. ഇനി നിബിദിനാണ് വരാൻ പോണത്. അതിലോട്ട് തുടങ്ങും ഈ ചെല്ലണതൊക്കെ. പൊന്നാരൻ്റെ ചെങ്ങായിമാരെ, നിങ്ങൾ പോയിട്ട് ആ ചെല്ലുണ്ടിച്ച പേച്ച സാധനമാണ് ഈ ചെല്ലണത്. നിങ്ങളെ കൂടെ പേച്ചതാണ് ഈ ചെല്ലിപ്പിക്കുന്നത്. എന്തിനാ നിങ്ങളിത് ചെല്ലാൻ നടക്കുന്നത്? ഇവർ പറയുന്നുണ്ടല്ലേ, പറഞ്ഞ കാര്യം കേട്ടില്ലേ, അഷറക്കയിൽ പറഞ്ഞ സംഭവമാണ് ഇതാണെന്നുള്ളതാ. നിങ്ങൾ അള്ളാഹുവിൽ ഷഹാദത്ത് ചെയ്തിട്ട് എന്താണ് ഷഹാദത്ത്? അത് പറഞ്ഞപ്പോൾ അതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അവസാനത്തിൽ വിശദീകരിക്കാം. പറയണ ഉഷാദേ, വേം പറഞ്ഞിട്ട് വണ്ടിക്കോ കൂടിയേക്ക്. നിമിത്തൊക്കെ വേറുണ്ട്, തപസ്സില്ല, ഞങ്ങൾ പിന്നെ പഠിപ്പിക്കാം. ഇത് ഡയറക്റ്റാ. ഞങ്ങൾക്ക് നേരെ സഹായം വേണം. ഇതേ പറയാൻ കുറ്റിയുറപ്പില്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാത്. മാറി നിൽക്ക്. വാജിർനി, ഞങ്ങളെ കാക്കണേ. എവിടുന്ന് കാക്കണേന്നാണ്? വാജിർനി എന്ന് പറഞ്ഞാല് പെരപ്പുറത്തുനിന്ന് കാക്കണേന്നാണോ, അതോ പെരയുടെ ഉള്ളിൽ നിന്ന് കാക്കണേന്നാണോ, അതോ കട്ടിൽ കടന്നുറങ്ങുമ്പോഴാണോ, അതോ നരകത്തിൽ നിന്ന് കാക്കണേന്നാണോ, അതോ കബറിൽ കാക്കണമെന്നാണ്? എവിടെ കാക്കണം എന്നാണ് നൗഷാദ് ഈ പേച്ച പീരാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏതോ പൊട്ടൻ എന്തോ ഇത് വെച്ചു ഇജ്ജ പൊട്ടനാണെന്നും പറഞ്ഞിട്ട് പാടിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ അല്ലേ? ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകദൈവ സിദ്ധാന്തമാണ്, ഏകദൈവത്തോട് മാത്രം. എന്ത് ആരോട് പറയണം, ആര് കേൾക്കണേ? ഇവരോടും പറയാനുള്ളത് അടിപൊളി ബാ പോവാന്ന് തന്നെയാണ്. പക്ഷെ ആരെങ്കിലും ഒരാളെങ്കിലും മനസ്സിലാക്കിയ അൽഹംദുലില്ലാ എന്ന കാരണം കൊണ്ടാണ് പറയാം. നരകത്തിൽ നിന്ന് കാക്കുന്ന റസൂലേ. ഞാൻ പറഞ്ഞത് വെറുതെ അല്ലേ? നരകത്തുനിന്ന് കാക്കണ റസൂലേന്ന്. എങ്ങനെ ചെങ്ങായി എന്നെ നരകത്തുനിന്ന് കാക്കുക? സുഹക്കാന്ന് പറഞ്ഞിട്ട് ആട്ടി വിടൂലേ അല്ലേ? നരകത്തുനിന്ന് കാക്കണ റസൂല് അല്ലാന്ന് പറഞ്ഞാൽ എന്താന്ന് ഈ ചെയ്ത്താന്മാർക്ക് അറിയില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ചെയ്ത്താനും അറിയില്ല, ഇനി ഇവരെയൊക്കെ വളർത്തിണ്ടാക്കിയ ചെയ്ത്താന് തീരെ അറിയില്ല. എന്നുണ്ട്, എന്നുണ്ട്. നജ്ജിഹി എന്ന് പറഞ്ഞാൽ ആ ഫുആദിനെ, അതാണ് എന്നെ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നജ്ജിനി എന്ന റിപ്പോർട്ടുണ്ട്. അപ്പൊ എന്നെ കാക്കണേ, മില്ലല്ലാ, നരകത്തിൽ നിന്ന് കാക്കണേ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട്. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ നരകത്തിൽ നിന്ന് ആരാ കാക്കുക?
അല്ല മൊയ്തീൻ ഷേഖ് ഇപ്പം സ്വർഗത്തിൽ കണ്ട് ഉറപ്പാക്കിക്കുക. ആരെ പറഞ്ഞത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ ആരൊക്കെയെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന ആളുകൾ വരുമ്പോൾ ഇന്ന ആളുകളും കൂടി ഉണ്ട് കേട്ടോന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ മൊയ്തീൻ ഷേഖ് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ട് ആരെങ്കിലും പറയുന്നത് എനിക്ക് എവിടെ ചെങ്ങയ്യേ ഈ വഹിയുള്ളത്? അതായത് മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്വർഗപ്രവേശനം സിദ്ധിച്ചേക്കാം. അതൊന്നും നമുക്ക് ഇവിടെ ഇരുന്ന് കട്ടൻ റൈറ്റ് ആയിട്ട് ആ സ്വർഗത്തേക്ക് പോയിക്കോന്ന് പറയാൻ കഴിയില്ല. കാര്യം അതിലേക്ക് ആളെടുക്കുന്നത് അല്ലേണ്. അല്ലാണ്ട് ഇവിടെ തെങ്കരമണ്ണാർക്കാട് ഓടുന്ന ശാസ്താ ബസ്സിൽ ആ കയറിക്കോളിയും എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ കയറ്റിയല്ല അവിടെ പരിപാടി. ആരെങ്കിലും വന്നിട്ട് ക്ലീനർ വിളിച്ചു പറയണേ തെങ്കര എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പാഞ്ഞ് കയറുന്ന പോലെ, അല്ലെങ്കിൽ വൈക്കാരെല്ലാം കൈയാട്ടി കഴിഞ്ഞാൽ ബെല്ലടിച്ചിട്ട് ആ കയറിക്കോളിയും എന്ന് പറഞ്ഞ് കയറ്റുന്ന പോലെയല്ല. അത് ശാസ്താ ബസ്സിലോ അല്ലെങ്കിൽ KSRTCയിലോ അല്ലെങ്കിൽ മറ്റേ സന ബസ്സിലൊക്കെ പറ്റുള്ളൂ. സന ബസ് ഒന്ന് ഇത്ര ആരോ കത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോട്ടാ ഒന്നുമല്ല നമ്മളെ വിഷയം. അപ്പോൾ ബസ്സിലേക്ക് ആളെ കയറ്റുന്ന പോലെയല്ല, സിനിമാ ടാക്കീസ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറുന്ന പോലെയല്ല. ഇതെന്താണ്? ഇത് അമലിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യമായിക്കൊണ്ട് ലഭിക്കുന്നൊരു സംഭവമാണ് ചെങ്ങയ്യേ. ഇതിപ്പോൾ തലയിൽ കെട്ടി നടക്കണ അണക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽക്കും കൂടുതൽ പറഞ്ഞു. ആ കെട്ടയച്ചിട്ട് തൊള്ളി തിരികെ വെച്ച് വല്ലാത്ത ജാതിയാണ് വിറ്റ. അത് തന്നെ കഴിഞ്ഞിട്ടില്ല. എന്റെ അഭയകേന്ദ്രമായ, എന്റെ സഹായത്തിന്റെ അവലംബമായ കേന്ദ്രമായ റസൂലേ, എല്ലാ അടങ്ങാറിന്റെ സമയത്തും, എല്ലാ മുസീബത്തിന്റെ നേരത്തും, എല്ലാ ബുദ്ധിമുട്ടിന്റെ നേരത്തും ഞങ്ങൾക്ക് കാവല് തരണേ എന്ന് പറയാൻ പറ്റുന്ന സുന്നി, ആ സുന്നിയാണ് നമുക്ക് വേണ്ടത്. രണ്ടും പറയാൻ കഴിയണം. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഏതും പറയാൻ കഴിയണം. പറയാൻ കഴിയണം. യാ സയ്യിദി സനദി ഔസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. അള്ളയാണ് സർവസഹായത്തിന്റെയും ഉടമക്കാരൻ. ആ അള്ള കൊടുത്തുകൊണ്ടുള്ള അധികാരത്തിന്റെ സഹായം ചെയ്യുമ്പോ, മടവൂർ ചെയ്യുമ്പോൾ അത് ചോദിക്കുകയാണ് നമ്മൾ. നേരിട്ടാണ് ചോദ്യം. നിമിത്തമെന്ന മലയാള പദം അതിങ്ങനെ 4 വട്ടം കറക്കി പറഞ്ഞാൽ തീരുന്നതല്ല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. എന്താണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ? എന്തായാലും നൗഷാനോടോ അല്ലെങ്കിൽ പകരനോടോ അല്ലെങ്കിൽ വല്ല സ്ഥാനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓല് ഞങ്ങള് ഈ പോക്കെ പോകുള്ളൂ എന്നുള്ള ചിന്താഗതിക്കാരാണ്. കാരണം അവർക്ക് ദുനിയാവ് മതി, ഇല്ല ആഖിറല്ല എന്നുള്ളത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഓലെ കാര്യം എന്തോട്ടെ. എന്നാൽ ഇത് കേൾക്കുന്ന ഓരോ ആളുകളും ഓരോ സഹോദരന്മാരും ചിന്തിക്കുക, ഇവിടെ ഇപ്പോൾ പറഞ്ഞത് നൗഷാദ് പറഞ്ഞത് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് മൗലൂദിലൂടെ പ്രവാചകനോടും മൊയ്തീൻ ഷെയ്ഖിനോടും അതേപോലെ തന്നെ CM മടവൂരിനോടും റിഫായിനോടും ഈ പറയപ്പെട്ട ബ്രൗലിയാക്കൾ എന്ന് പറയുന്ന എല്ലാവരുടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പൊന്നാരൻ്റെ അബീബിങ്ങളെ ഔലിയ കാണിച്ച രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഔലിയ ആയാലെന്ത് ആയില്ലെങ്കിൽ എന്ത്, അവനാൻ ഔലിയ ആകുക എന്നുള്ളതാണ്. ഔലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുബുവത്ത് പോലെ സാധനം കിട്ടണമല്ല. നമ്മൾ ജീവിതം ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ഫർളോട് ഫർളെടുത്ത് സുന്നത്ത് അധികരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളിൽ ഭംഗം വരാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്ന് ചെയ്താലാണ് നമുക്ക് ഗുണം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഗുണം കിട്ടുന്ന കാര്യങ്ങളെല്ലാം അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിച്ചാലല്ലേ സ്വർഗം കിട്ടുക അല്ലേ? ഈ പേര് എന്തൊക്കെയോ നോണ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിച്ചും കൊണ്ടിരിക്കുകയാണ്. പൊന്നാര ഹബീബിങ്ങളെ പണയി കേട്ടോളി. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നാളെ അവിടെ എത്തുമ്പോൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.